വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഒരു 2-3 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് വേറെ ചാനൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു 3-4 വർഷം ഗ്യാപ്പൊക്കെ വന്നു. 2 വർഷമൊക്കെ ഗ്യാപ്പ് വന്നു. ഐ മീൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് ഇത് പറയുന്നത്. ലൈഫ് ഓഫ് സന ഇപ്പോഴത്തെ ചാനല്. അപ്പം ഇതിലും ഞാനൊരു കണ്ടന്റ് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്കിഷ്ടമാണ് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ. ഞാൻ പണ്ട് ചെയ്തിട്ടാണ് എനിക്ക് കുറേ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗ്. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ട്രാവലിംഗ് എഡിഷന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്, അതുപോലെ ഓഫീസ് എഡിഷന്റെ. അപ്പം ഞാൻ ഇന്നലെ ഓഫീസ് എഡിഷൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഓഫീസിൽ ഞാൻ ഡെയിലി കൊണ്ടുപോകുന്ന ഒരു ബാഗ്. ഇത് വന്നിട്ട് ലെനോവോയുടെ ഒരു ബാഗാണ്. ഇത് ആക്ച്വലി എനിക്ക് ഓഫീസിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. എൻ്റെ കമ്പനിയുടെ പേര് വന്നിട്ട് ഹ്യൂറോൺ. അവരുടെ എംബ്ലോക്ക് ഒക്കെ അടിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ബാഗ് വന്നിട്ട്. നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് നോക്കാം. ഈ കഴിയും ഫസ്റ്റത്തെ തന്നെ നമ്മുടെ ID കാർഡാണ് കേട്ടോ. ഞാൻ ID കാർഡ് ഇട്ടിട്ടില്ല. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ അതിന് മുന്നേ കുറച്ച് സമയം എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം വന്നിട്ട് എത്ര പോലെ എടുക്കാൻ പറ്റൂല. പിന്നെ എപ്പോഴും ഇവിടെ കറണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ ഏതൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെയാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടാഗാണ് ഹ്യൂറോണിൻ്റെ. എൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് കളിയിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു ചെറിയ വാഷ് ബാഗ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ കളിയിൽ വന്നിട്ട് നമുക്കൊരു പേഴ്സാണ്. ഇത് ഞാൻ രാവിലെ പോകുന്നത് അജുക്ക് എന്നെ ഓഫീസിൽ കൊണ്ടുപോയാക്കും രാവിലെ. അപ്പം എനിക്ക് ബസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ വൈകുന്നേരം മിക്ക ദിവസവും എല്ലാ ദിവസവും തന്നെ ബസ്സിലാണ് വരിക. ആ സമയം അജുക്കയുടെ ഓഫീസ് കഴിയില്ല. അപ്പം ഞാൻ ബസ് മാറി കയറി വരിക. അപ്പം പൈസയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പൈസ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഞാൻ കീപ്പ് ചെയ്യല്. പക്ഷെ കൂടുതലും ഇവിടെ UPI പേയ്മെന്റ്സ് ആയിരിക്കും കേട്ടോ കൂടുതൽ. അപ്പം കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഫോൺ വഴി തന്നെ UPI സ്കാനിങ് വഴിയാണ് കേട്ടോ കൊടുക്കുക. ഇതിലങ്ങനെ ഇല്ല, എന്തെങ്കിലും ചേഞ്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. പൈസ ഉണ്ട് കേട്ടോ. 10, 60, 80 രൂപയുണ്ട്. 90 രൂപയുണ്ട്. പിന്നെ കുറച്ച് ചേഞ്ച്, പിന്നെ ആധാർ കാർഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം കേട്ടോ. ചെറിയ ബാഗാണ്. ആക്ച്വലി ഈ പേഴ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു 4 വർഷത്തിന് അടുത്തായി. ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയ സമയം തൊട്ട് വാങ്ങിയതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 4ാമത്തെ വർഷം ആകാറായിട്ടുണ്ട് ഞാൻ ജോലിക്ക് കയറിയിട്ട്. അപ്പോൾ അന്നത്തേതാട്ടെ ഇവിടെ ഒരു ചെറിയൊരു പോം പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. പക്ഷെ എങ്കിൽ ഈ പേഴ്സ് എനിക്ക് കളയാൻ തോന്നില്ല. നല്ല പേഴ്സാണ്. അപ്പം അത് പിന്നെ നമുക്ക് ഫസ്റ്റ് കളിയിലൊന്നുമില്ല കേട്ടോ. ഇനി രണ്ടാമത്തേൽ വന്നിട്ട് മെയിൻ സാധനം നമ്മുടെ ലാപ്ടോപ്പാണ് കേട്ടോ. ഇത് ലെനോവോയുടെ തന്നെ ലാപ്ടോപ്പാണ് കേട്ടോ. ഇതും നമുക്ക് കമ്പനി തരുന്നതാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇത്. നമുക്ക് ഡെയിലി ക്യാരി ചെയ്യണം. ആക്ച്വലി അതിൽ കുറച്ച് കഷ്ടപ്പാടാണ്. നമുക്ക് എന്ന് ചുമന്നുകൊണ്ട് വരിക. ഞാൻ പഴയ കമ്പനിയിലൊക്കെ എനിക്ക് 2 മോണിറ്ററായിരുന്നു ഓഫീസിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ഈ ലാപ്ടോപ്പൊക്കെ തരുവാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ ചോദിച്ചു ഇതെപ്പോഴൊന്നും ചുമന്നുകൊണ്ട് നടക്കണ്ടേ, അങ്ങനത്തെ ഒരു തോട്ട്. എങ്കിലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലാപ്ടോപ്പാണിത്. ഇതും നമ്മുടെ കമ്പനി തന്നെ തന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു കണ്ണട. ഈ കണ്ണട എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിന് വേണ്ടിയുള്ള കണ്ണടയാണ്. ഇപ്പം ഞാൻ സ്ക്രീനിൽ യൂസ് ചെയ്ത് എനിക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോഴും കണ്ണട ഇല്ലാത്ത അവസ്ഥയേക്കണം. ഇതല്ല പോയേക്കണം. ഇത് എൻ്റെ പഴയ ബോക്സാണ്. ഇതിൻ്റെ 2ാമത്തെ കണ്ണടയാണ് ഇത് സത്യം പറഞ്ഞാൽ. പിന്നെ ബോക്സ് വന്നിട്ട് പഴയ ബോക്സാണ് കേട്ടോ. കാരണം എനിക്ക് 2ാമത് വാങ്ങിയ ബോക്സ് വലിയ ഇഷ്ടമൊന്നും പറ്റില്ല. അപ്പം ഞാൻ പഴയത് വെച്ചപ്പോൾ ഇത് നിലത്ത് ചാടി പൊട്ടിയേക്കണ്. ഓക്കെ, അപ്പം അതാണ് 2ാമത്തെ സംഭവം. പിന്നെ വന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണെന്ന് പറഞ്ഞില്ലേ, ഐ മീൻ എല്ലാം പാക്ക് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ പിന്നെ ലഞ്ച് ബോക്സ് കാണിക്കാൻ വിചാരിച്ചു. ഫുഡ് നമുക്ക് കൊണ്ടുപോകണം. ഫുഡ് കിട്ടില്ല കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമുക്ക് ഓഫീസിൽ കിട്ടുള്ളൂ. ഞാൻ ഫുഡ് ലഞ്ച് നമ്മൾ ക്യാരി ചെയ്യണം. അപ്പം ഞാൻ ഫുഡൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചേക്കണം ഓഫീസിൽ പോകണ്ടേ അതിന് വേണ്ടി. അപ്പം ലഞ്ച് ബോക്സാണ്. പിന്നെ വന്നിട്ട് ഒരു ഡയറിയാണ് കേട്ടോ. ഇത് നമ്മുടെ കമ്പനിയുടെ തന്നെ ഡയറിയാണ്, ഹ്യൂറോണിൻ്റെ ഡയറിയാണ്. ഈ ഡയറിയിൽ നമുക്ക് ഞാനിപ്പം ഈ കമ്പനിയിലോട്ട് റീസെൻ്റ്ലി മാറിയിട്ട് ഒരു
മൂന്ന് മാസമല്ല 2.5 മാസം ആവാറായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഈ ബുക്കിൽ തന്നെയാണ് കേട്ടോ നോട്ട് ചെയ്ത് വെക്കണത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ കമ്പനികൾ മാറുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലേ. കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും സെയിം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പുതിയതായിട്ട് പഠിക്കണം. അപ്പം അതിൻ്റെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഷാഡോയിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഓരോ ദിവസം ഓരോ പോയിന്റ്സ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ ബുക്ക് എനിക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ വേറെ ആര് വായിച്ചാലും ഇത് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ഹാൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെ. ഓക്കെ, അപ്പം ഇത് ഈ ബുക്ക് ഞാൻ ഓഫീസിൽ നിന്ന് കിട്ടിയെന്ന് അവർ പറയണമെന്ന് വെച്ചാൽ പേപ്പർലെസ് അല്ല, ട്രീ കട്ട് ചെയ്യാതെ ഉണ്ടാക്കിയേക്കണ ബുക്കാണ് അത്ര. അതായത് നമ്മൾ യൂസ് ചെയ്ത പേപ്പർ ഒക്കെ അല്ലേ, അതൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കിയ ബുക്കാണ് അത്ര. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പം കളയുവാണ് ബുക്ക്. ഇപ്പോൾ നമ്മൾ എല്ലാം ബുക്ക് മൊത്തം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് സോയിലിൽ ഇടുവാണെങ്കിൽ തന്നെ മുളച്ച് വരും അത്ര. ഐ മീൻ അതിൽ സീഡ്സ് ഒക്കെ ഉണ്ട് അത്ര. എനിക്ക് അറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേന്നുള്ളത്. അതായത് നമ്മൾ കളയുവാണ്, മണ്ണിൽ ഇത് കിടക്കുമ്പം തന്നെ അതിൽ നിന്ന് പുതിയ ട്രീസ് ഉണ്ടായി വരും. അതേപോലത്തെ ഒരു സെറ്റപ്പുള്ള ബുക്കാണ് അത്ര. അത് ഞാൻ ഇതിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. കണ്ടോ, ഇത് വായിച്ചു നോക്ക്. ഇവിടെ എന്ന് പറയുന്നത് ഇവർ പറയണത് വെച്ചാൽ പേപ്പർ നമ്മൾ കീറിയിട്ട് സോയിലിൽ ഇട്ടാൽ മതി. കുറച്ച് വെള്ളമൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ മീൻ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അതിൽ സീഡ്സിൻ്റെ എന്തോ കണ്ടന്റ് ഉണ്ട്. അപ്പം അതങ്ങനെ മുളച്ച് വരും എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. അതിലിവർ പറയണത് ദിസ് പേപ്പർ ഹാസ് സീഡ്സ് എംബാഡഡ് ഇൻ ഇറ്റ് എന്ന്. അങ്ങനത്തെ ഒരു ബുക്കാണ്, അതായത് സീഡ്സ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയണത്. ഓക്കെ, എന്തൊക്കെയായാലും നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ ബുക്ക് ആയതാണ്. നല്ല ബുക്കാണ് കേട്ടോ. ബുക്കിനെ പറ്റി അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ പറഞ്ഞ സംഭവമാണ്. പിന്നെ ബുക്കിൻ്റെ ഒപ്പം കാണിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ പേന. ഇതും ഹ്യൂറോണിൽ നിന്ന് തന്നെ കിട്ടിയ പേനയാണ്. ഇതിൽ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, പക്ഷേ ഇവിടെ ബാക്കിലൊരു റബ്ബറിൻ്റെ സാധനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സ്ക്രീൻ ടച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്ര. അതിൻ്റെ ചാടിപ്പോയി. ഞാൻ റഫ് യൂസ് ചെയ്തപ്പോഴേ അതങ്ങനെ ചാടിപ്പോയി. എവിടെ പോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ബാഗ് അതൊന്നും കൂടെ പരിശോധിച്ചാൽ ചിലപ്പം കിട്ടുമായിരിക്കും. അപ്പോൾ അതാണ്. അപ്പം ഇതാണ് എൻ്റെ ബുക്കും പേന. ഇതും രണ്ടും എനിക്ക് ഹ്യൂറോണിൽ നിന്ന് കിട്ടിയതാണ്. ഇനി വന്നിട്ട് ഇനി വന്നിട്ട് നമ്മുടെ ഹെഡ്ഫോണാണ് കേട്ടോ. ഇതും നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടിയ ഇതാണ്. ഇത് ഏതിൻ്റെയാന്ന് വെച്ചാൽ പ്ലാൻട്രോണിക്സ്. അറിയില്ല, അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഒരുപാടൊന്നും ഇതിനെപ്പറ്റി വലിയ നോളജ് എനിക്കില്ല. പക്ഷെ നല്ല ഹെഡ്സെറ്റാണ്. എൻ്റെ അജുക്ക് പറഞ്ഞു നല്ല ഹെഡ്സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഇത് നമുക്ക് ക്ലയൻറ്റ് കോള് അതുപോലെ ടീം മീറ്റിങ്ങിനൊക്കെ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. പുറമേ നിന്നുള്ള ഹെഡ്സെറ്റ് ഒന്നും ഉള്ളിൽ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഹെഡ്ഫോണായി. പിന്നെ വന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജറാണ് കേട്ടോ. ഇതൊക്കെ ഡെയിലി നമ്മൾ ക്യാരി ചെയ്യണം. ഭയങ്കര അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സൈഡ്. അതാണ് ഇതൊക്കെ എന്നും ചുമന്ന്. ഇപ്പം ഡെയിലി വണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ബസ്സിലൊക്കെ പോകുമ്പോഴേ നമ്മളിപ്പം എന്നും ചുമന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ. അപ്പോൾ ഇതൊക്കെ ചുമക്കുന്ന അവിടെ വെച്ചിട്ട് പോരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വന്നിട്ട് മൗസാണ് കേട്ടോ. ഇത് നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ മൗസാണേ. മൗസിനെ പറ്റി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് അതും നമ്മളെപ്പോഴും ക്യാരി ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ വന്നിട്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയില്ല. മെയിനായിട്ട് എൻ്റെ ഓഫീസിലെ സാധനങ്ങൾ കൂടുതലും എനിക്ക് എല്ലാം തന്നെ ഓഫീസിൽ നിന്ന് കിട്ടി. നമ്മൾ പണിയെടുപ്പിക്കാൻ വേണ്ടി ഓഫീസിൽ തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ തരാം. എല്ലാം ഒരുവിധപ്പെട്ടതൊക്കെ ഓഫീസിൽ തന്നെ കിട്ടിയത്. പക്ഷെ ഞാൻ എങ്കിലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. മീൻസ് കമ്പനി നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ഇത് തന്നുകൊണ്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു എംപ്ലോയി എന്ന നിലയിൽ അവർ നല്ല രീതിയിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഓക്കെ, പിന്നെ വന്നിട്ട് എല്ലായിട്ടൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ വെള്ളം കുടിക്കുക. എന്ന് വെച്ചാൽ നിറച്ചു വയ്ക്കും. ചെറിയ ബോട്ടിലാണ്. വലിയ ബോട്ടിൽ ക്യാരി ചെയ്യാൻ മടിയാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ചെറിയ ബോട്ടിലാകുമ്പോൾ വെള്ളം തീരുമ്പോഴെങ്കിൽ നമ്മളൊന്ന് പോയി നടന്നിട്ട് വെള്ളം എടുത്തിട്ട് വരും. അപ്പം ചെറിയൊരു ബ്രേക്ക് കിട്ടുക അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ചെറുത് കൊണ്ടുപോകുന്നത്. പിന്നെ വലുതിനുണ്ടോയില്ല അത്ര തന്നെ. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ അപ്പം എൻ്റെ ബാഗിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കാണിച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചില്ല ഒരു വാഷ് ബാഗ്. ആ വാഷ് ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ മാത്രം ബാഗാണ്. ഇതാണ് നമ്മുടെ വാഷ് ബാഗ് വന്നിട്ട്. വാഷ് ബാഗിൽ ഒരു ചെറിയ പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്. പിന്നെ വന്നിട്ട് ഹാൻഡ് ക്രീമാണ്. ഈ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ AC അല്ലേ. അപ്പം നമുക്ക് കൈയൊക്കെ ഭയങ്കര ഡ്രൈ. ഓൾറെഡി എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ ഡ്രൈ ആയി കഴിയുമ്പം ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാനൊന്ന് ഐ മീൻ ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. നമ്മൾ സുഡിയോന്ന് വാങ്ങിയത് ഒരു ഹാൻഡ് മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ വന്നിട്ട്
ഒരു സാധാ മോയ്സ്ചറൈസർ ഉണ്ട് എൻ്റെ കയ്യിൽ, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു ലിപ് ബാം ഉണ്ട്, പിന്നെ ഒരു വാസ്ലിൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ എന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും ഏത് സാഹചര്യത്തിൽ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയൊരു മിനി ബാഗ് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെയുള്ളൂ. പിന്നെ ഒരു ഐ ഡ്രോപ്സ് ഉണ്ട്, ഒരു ഐ ഡ്രോപ്പും ഒരു ഇയർ ഡ്രോപ്പും ഉണ്ട്. ഇയർ ഡ്രോപ്പിൻ്റെ ആവശ്യം, ഐ ഡ്രോപ്പ് ഞാൻ ഇടയ്ക്ക് കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കലുണ്ട്. അങ്ങനെ അപ്പോൾ അതാണ് ഈ ഒരു വാഷ് ബാഗിൽ ഉള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ബാഗ് കൂടാതെ ഞാൻ ഇടയ്ക്ക് ഈ ബാഗും കൊണ്ടുപോകലുണ്ട് കേട്ടോ. ഈ ബാഗിൽ ഞാൻ മെയിനായിട്ട് ഫുഡിന് ലഞ്ച് ബോക്സ് ആണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണത്. പിന്നെ അതായത് ഇപ്പം ഒരു ബോക്സ് അല്ല, ഇപ്പം ലഞ്ച് ബോക്സ് ഇപ്പം കറിയൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ വേറൊരു ബോക്സ് കൂടെ എടുക്കുമല്ലോ. അപ്പം എല്ലാം കൂടി നമ്മുടെ വലിയ ബാഗിൽ ഒതുങ്ങൂല. അപ്പം ഞാൻ ഈ ബാഗ് കൊണ്ടുപോകും. അപ്പം അതിന് വേണ്ടിയാണ് ഈ ബാഗുള്ളത്. പിന്നെ ഞാൻ നിസ്കരിക്കാനുള്ള സോക്സ്, അതുപോലെ കയ്യിലിടുന്ന ആ ഒരു ഗ്ലൗസ് പോലത്തെ സംഭവമില്ലേ, അതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടായിരിക്കും പോവുക, അല്ലെങ്കിൽ ഇതിൽ വെക്കും കേട്ടോ. അപ്പം ഇതാണ് പിന്നെ ഉള്ള ബാഗ്. ഇതിപ്പം ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നില്ല. പിന്നെ ആ സോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി നമ്മുടെ മെയിൻ ബാഗിലേക്ക്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.